സംസ്ഥാനത്ത് പെയ്ത വ്യാപകമായ മഴയിൽ കനത്ത നാശനഷ്ടം. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് വ്യാപക നാശനഷ്ടമുണ്ടായത്. ഒരാൾ മരിക്കുകയും നിരവധി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിൽ ചിലയിടത്ത് വലിയ വെള്ളക്കെട്ടുണ്ടായി. കോഴിക്കോട് വെള്ളയിൽ ഹാർബറിനടുത്ത് മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരികയായിരുന്ന തോണി മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. ഗാന്ധി റോഡ് സ്വദേശി 65 വയസ്സുള്ള ഹംസക്കോയയാണ് മരണപ്പെട്ടത്. കടൽ പെട്ടെന്ന് ക്ഷുഭിതമായപ്പോൾ തോണി തിരമാലയിൽപ്പെട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ 2 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൊവ്വാഴ്ച രാവിലെ കോതി അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് ഫിറോസ് എന്നയാളുടെ ഫൈബർ വള്ളവും എഞ്ചിനും തകർന്നു. കോട്ടുളി KT റോഡിൽ കനത്ത മഴയിൽ വീടിന്റെ മതിൽ ഇടിഞ്ഞു വീണു. കാടാങ്കുന്നത്ത് സദാനന്ദ വീടിന്റെ മതിലാണ് ഇടിഞ്ഞത്. ഇന്ന് രാവിലെ 9:45ഓടെയാണ് അപകടം. തൊട്ടടുത്തുള്ള കാടാങ്കുന്നത്ത് വത്സയുടെ വീടിന് മുകളിലേക്കാണ് മതിൽ ഇടിഞ്ഞു വീണത്. വീടിന് ഭാഗികമായി കേട് സംഭവിച്ചു. 3 വർഷം മുമ്പ് കെട്ടിയ മതിലാണ് തകർന്നു വീണത്. ആളപായമില്ല. കണ്ണൂർ കുറുവയിലും 2 വീടുകളിലേക്ക് മതിൽ ഇടിഞ്ഞു വീണു. ഉഷാജ്, ജാസ്മിൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. രാവിലെയായിരുന്നു അപകടം. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വെല്ലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ: ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ, തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ, വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.